എപ്പിസോഡിന്റെ തുടക്കത്തില് ഇപ്പൊ കുട്ടപ്പൻ അവൻ ഒരുപാട് വിഷമത്തോടെ നിൽക്കുകയാണ്. കാരണം ഇത്തവണയെങ്കിലും അവന് സാസുകയെ കണ്ടുപിടിക്കാൻ കഴിയുമെന്ന് അവൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. അപ്പൊ കാക്കാഷി പറയും, നമ്മൾ ആരും വിട്ടുകൊടുക്കാൻ തയ്യാറാവരുത്. എത്രയും പെട്ടെന്ന് എല്ലാവരും ഓരോരോ ദിശയിൽ പോയി സാസുകയെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടുന്നുണ്ടോന്ന് ഉടനെ അന്വേഷിക്കണം. അത് കേട്ടുടനെ ഇപ്പൊ എല്ലാവരും ഓരോ ഭാഗത്തേക്ക് പോവും. ഹിനട്ടെ ആവട്ടെ അവളുടെ വ്യാഹു കണ്ണുവെച്ച് ചെക്ക് ചെയ്യാൻ തുടങ്ങും. കിബെ അക്കമരു അവർ സ്മെല്ല് ചെയ്ത് എന്തെങ്കിലും ക്ലൂ കിട്ടുന്നുണ്ടോ നോക്കും. മറ്റൊരു ഭാഗത്ത് കാക്കാഷി ആളുടെ ശരീരം കണ്ണുവെച്ച് ഇപ്പൊ എന്തെങ്കിലും ഒരു ക്ലൂ കിട്ടുമെന്ന് അറിയാൻ ചെക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പൊ കിബ അവൻ അക്കമരുവിനോട് പറയും, നമ്മൾ എത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ടും കാര്യമില്ല. നീ പറഞ്ഞത് ശരിയാണ് സാസുക, അവൻ ഇവിടെ ഒന്നുമില്ല. എനിക്ക് തോന്നുന്നത് ടോബി അവൻ ഉറപ്പായിട്ടും സാസുകയെ കൊണ്ടുപോയിരിക്കും. അധികം വൈകാതെ ഇപ്പൊ എല്ലാവരും സാസുകയെ അന്വേഷിച്ച് തളർന്നൊരു സൈഡിലിരിക്കും. നേരെ ഒരുപാട് വൈകിയെന്ന് കാണുമ്പോ ഇപ്പൊ എല്ലാവരും അവര് പിരിഞ്ഞ അതേ സ്ഥലത്തേക്ക് വന്ന് ഇപ്പൊ തിരികെ ലീഫ് വില്ലേജിലേക്ക് പോകും. കട്ട് ചെയ്ത സാസുക അവൻ എന്തോ ആലോചിച്ച് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ മാധുര അവിടേക്ക് വന്ന് നീ ഇവിടെ ഒറ്റയ്ക്ക് എന്ത് ചെയ്യാൻ ചോദിക്കും. അതിനവൻ പറയും ഞാൻ നമ്മുടെ പ്ലാൻ അനുസരിച്ച് കാര്യങ്ങളെല്ലാം എക്സിക്യൂട്ട് ചെയ്യായിരുന്നു. സാസുക പറയും, ഞാൻ എൻ്റെ ചേട്ടനെ മറക്കാനാണ് ശ്രമിക്കുന്നത്, പക്ഷെ എന്നെ കൊണ്ട് കഴിയുന്നില്ല. വീണ്ടും വീണ്ടും ഓരോ ഓർമ്മകളായിട്ട് എന്നെ വേട്ടയാടുകയാണ്. ഇപ്പൊ എൻ്റെ ചേട്ടനോട് എനിക്ക് ഒരുപാട് സ്നേഹമാണ്. അപ്പൊ ഫ്ലാഷ് ബാക്കില് ഹിറ്റാച്ചി സാസുകയോട് പറഞ്ഞ ആ ഒരു കാര്യം അവൻ ആലോചിക്കും. നീയും എന്നെ പോലെ മങ്കിക്കു ശരിങ്ങ കണ്ണ് അത് നേടിയെടുക്കണം. അതിനുശേഷം എന്നോട് റിവെഞ്ച് എടുക്കാനായിട്ട് നീ മടങ്ങി വരണമെന്ന് പറയുമ്പോ സാസുകയാവട്ടെ അവന് ടെൻഷനാവും. പതിയെ പതിയെ അവന്റെ ശരീരം കണ്ണ് അത് പുറത്തു വരാൻ തുടങ്ങും. പെട്ടെന്ന് തന്നെ അവനിപ്പോ ബോധമറ്റ് താഴേക്ക് വീഴും. അത് കണ്ട് ഹിറ്റാച്ചി അവൻ ഷോക്കായി നിൽക്കും. സാസുക ഉടനെ ഞെട്ടി എഴുന്നേറ്റ് ഒരുപാട് കത്തികൾ വെച്ച് ഇപ്പൊ ഹിറ്റാച്ചി അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും. പക്ഷെ അവൻ കുഞ്ഞാണ്. അവനെ കൊണ്ട് എത്രയൊക്കെ ശ്രമിച്ചിട്ടും ഹിറ്റാച്ചിയുടെ ഏഴയിലെത്താൻ കഴിയില്ല. പക്ഷെ സാസുകയുടെ പരിശ്രമം കാണുമ്പോ ഇപ്പൊ ഹിറ്റാച്ചിക്ക് ഒരുപാട് വിഷമാവും. അവനിപ്പോ സാസുകയെ നോക്കി കരയാണ്. അപ്പൊ സാസുകയും ഹിറ്റാച്ചി കരയുന്നത് കണ്ടിരുന്നു. പക്ഷെ എന്തിനാണ് അവനെന്ന് കരഞ്ഞതെന്ന് സാസുകയ്ക്ക് അറിയില്ലായിരുന്നു. ഇപ്പോഴാണ് അതിന്റെ അർത്ഥം അവന് മനസ്സിലായത്. അപ്പൊ ടോബി ചോദിക്കും, ഓക്കെ നിന്റെ നെക്സ്റ്റ് പ്ലാന് അതെന്താണ്? ഹിറ്റാച്ചിയുടെ കണ്ണ് അത് നിനക്ക് ഞാൻ ഫിക്സ് ചെയ്തു തരണോ? അതിന് സാസുക പറയും, അതിന്റെ ആവശ്യമില്ല. ഹിറ്റാച്ചി എന്താഗ്രഹിച്ചോ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഞാനിപ്പോ ചെയ്യാൻ പോകുന്നത്. ഞാൻ ഉറപ്പായിട്ടും ഉച്ചിഹ ക്ലാൻ അതിനെ റീഗെയിൻ ചെയ്യും. കട്ട് ചെയ്ത മാധുര അവനിപ്പോ കിസാമിയുടെ പിന്നാലെ പോവും. കിസാമി അവനെ കണ്ട് ഷോക്കാവും. ടോബി നീ മരിച്ചു പോയെന്നാണ് എല്ലാവരും കരുതിയിരിക്കുന്നത്. നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, നീ ഓക്കെ അല്ലേന്ന് ചോദിക്കുമ്പോ അവനിപ്പോ പതിയെ അവന്റെ മാസ്ക് ഊരി കാണിക്കും. അത് കണ്ട് കിസാമി ഷോക്കാവും. മാധുര ഉച്ചിഹ, നീ ഇത്ര വർഷമായിട്ടും ജീവിച്ചിരിപ്പുണ്ടോ? എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഇപ്പൊ അവരെല്ലാവരും ചേർന്ന് ഒരു ടീം ഫോം ചെയ്യും. സാസുകയെ കണ്ട് ഇപ്പൊ കിസാമി പറയും, അങ്ങനെ ഹിറ്റാച്ചിക്ക് പകരമായിട്ട് ഇപ്പൊ സാസുക എത്തി. അപ്പൊ സാസുക പറയും, ഈ ഒരു പുതിയ ടീം അത് ഞാൻ ക്രിയേറ്റ് ചെയ്തത് നമ്മളെല്ലാവരും ഒത്തുചേർന്ന് ആ ലീഫ് വില്ലേജിനെ അതിനെ മുച്ചോട് നശിപ്പിക്കണം. അതിനുവേണ്ടി നിങ്ങളുടെ മുഴുവൻ സഹായവും എനിക്ക് ആവശ്യമാണ്. അപ്പൊ ടോബി ചോദിക്കും, അതിനുവേണ്ടി എന്തെങ്കിലും പ്ലാൻ നീ കണ്ടുവച്ചിട്ടുണ്ടോ? അതിന് സാസുക, എന്റെ ഉന്നം അത് സാധാരണ ജനങ്ങളെയല്ല, ലീഫ് വില്ലേജിലെ നേതാക്കളെയാണ്. സോ അവരെ ലക്ഷ്യമാക്കി അവരെ തകർക്കണം. അതിന് കിസാമി പറയും, നീ പറയുന്നതൊക്കെ കേൾക്കാൻ നല്ല രസമുണ്ട്, പക്ഷെ അത്ര എളുപ്പത്തില് അതൊന്നും ചെയ്തു തീർക്കാൻ കഴിയില്ല. മാത്രമല്ല നിന്റെ ടീമിലെ മെമ്പേഴ്സ് അവർക്കാർക്കും വലിയ പവർ ഒന്നുമില്ല. അതിന് സുഗട്സു ടെൻഷനാവും. നീ ഞങ്ങളുടെ പവറിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാണോ? നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ഞാനുമായിട്ട് ബാറ്റലിന് വരാൻ പറഞ്ഞ് അവൻ വീണ്ടും ഇപ്പൊ വാളെടുത്ത് ഫൈറ്റ് ചെയ്യാനായി ചാടി നിൽക്കുകയാണ്. ഉടനെ മാധുര അവൻ സുഗട്സുവെ തടഞ്ഞു വെക്കും. സാസുക പറയും, കിസാമി നീ എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ ചെയ്താലും അതിന് യാതൊരു പ്രയോജനവും ഇല്ല. കാരണം സുഗട്സുവിന്റെ പവർ അത് നിന്നെക്കാളും 10 മടങ്ങാണ്. അതിന് കിസമി ചിരിക്കും. നീ ഇപ്പോഴും ഇവരെ അന്ധമായിട്ട് വിശ്വസിക്കുകയാണോ? അപ്പൊ ടോബി പറയും, ഇതൊരു വലിയ മിഷനാണ്, അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും അക്കാസ്കി ടീമിന്റെ കൂടെ ചേർന്ന് ലീഫ് വില്ലേജിനെ അവരെ തകർക്കാം. മാധുര പറയും, നമുക്ക് ആദ്യം ആ 9 ടൈൽ ഫോക്സിനെ അതിനെ കണ്ടുപിടിക്കണം. അതിന്റെ പവർ കിട്ടിയാ പിന്നെ എല്ലാം ഈസി ആണെന്ന് പറയുമ്പോ അതിന് കിസാമി പറയും, ഞങ്ങൾ ഓൾറെഡി 6th ടൈൽ ബീസ്റ്റിനെ വരെ ഇപ്പൊ പിടിച്ചു കഴിഞ്ഞു. ഇനി 3 മോൺസ്റ്റേഴ്സ് മാത്രമേ ഇപ്പൊ ബാക്കിയുള്ളൂ. അതിന് മാധുര പറയും, നിങ്ങൾ എല്ലാവരും ചേർന്ന് ആ ഒരു 8th ടൈൽ മോൺസ്റ്ററിനെ കണ്ടുപിടിക്കണം.
ഞാൻ പോയി ആ നയൻത് ടൈൽ മോൺസ്റ്ററിനെ അതിനെ കണ്ടുപിടിച്ച് എത്രയും പെട്ടെന്ന് ഇവിടേക്ക് എത്തിക്കാം. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്താ ഇപ്പൊ സെറ്റ്സുവിനെയും മാധുര ഉച്ചിഹയും കാണിക്കുകയാണ്. അവൻ പറയും ഓൾറെഡി ഹിറ്റാച്ചി മരണപ്പെട്ടു, ഇത് തന്നെയാണ് കറക്റ്റ് സമയം, ഒട്ടും സമയം കളയാനില്ല, നമുക്ക് എത്രയും പെട്ടെന്ന് ആ ലീഫ് വില്ലേജ് അത് തകർക്കണം. അതിന് സെറ്റ്സ് പറയും മണ്ടത്തരം പറയാതെ, സാസുക അവൻ ജീവനോട് കൂടെയുണ്ട്. അത് മാത്രമല്ല മരിക്കുന്നതിന് മുൻപായിട്ട് ഹിറ്റാച്ചി ആ ഒരു അമത്രാസി പവർ അത് സാസുകയ്ക്ക് കൊടുത്തു. ഹിറ്റാച്ചി ഇത്രയും നാളും വിചാരിച്ചു വെച്ചത് അവന്റെ രഹസ്യങ്ങള് ആർക്കും അറിയില്ലെന്നാണ്. ഇനി എത്രയും പെട്ടെന്ന് ബാക്കിയുള്ള ആ 3 മോൺസ്റ്റേഴ്സിനെയും കൂടെ നമ്മൾ കൈക്കലാക്കണം. ദേദുര, ഹിറ്റാച്ചി എന്നിങ്ങനെ ഒരുപാട് പേരെ നമ്മുടെ ടീമിൽ നിന്ന് ഇപ്പൊ നമുക്ക് നഷ്ടമായി. പക്ഷെ കുഴപ്പമില്ല, നമുക്ക് ഓരോരുത്തരും നഷ്ടമായപ്പോഴും നമുക്ക് ഓരോ ടെയിൽഡ് ബീസ്റ്റുകളെ സ്വന്തമാക്കാൻ കഴിഞ്ഞു. മാത്രമല്ല ഇപ്പൊ സാസുകയും അവന്റെ ടീമും നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. നമ്മുടെ ജോലിഭാരം അതിപ്പോ പകുതിയെന്ന് പറയുമ്പോ അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത സാസുകയും ടീംസും ആവട്ടെ ഏതോ ഒരു വില്ലേജില് ആ 8th ടൈലിനെ അതിനെ അന്വേഷിച്ച് അങ്ങനെ നടക്കുകയാണ്. സുഗട്സു ഉടനെ അവിടെ ഉണ്ടായിരുന്ന ഒരു സെക്യൂരിറ്റി പിടിക്കും. അവന്റെ കൈ പിടിച്ച് തിരിച്ച് അവനെ ഒടിച്ചു മടക്കി ആ ഒരു 8th ടൈല് അതെവിടെയുണ്ട് സത്യം പറയുന്നു പറഞ്ഞ് ഇപ്പൊ സുഗട്സു ആവട്ടെ അവനെ ഭീഷണിപ്പെടുത്തും. അതിന് അയാൾ പറയും നീ എന്നെ തല്ലിക്കൊന്നാലും ശരി, എന്റെ ഗ്രാമത്തിലുള്ള ഒരാളെ ചതിക്കാനോ കൊലയ്ക്ക് കൊടുക്കാനോ ഞാൻ തയ്യാറല്ല. അപ്പൊ സാസുക അവൻ അവിടേക്ക് നടന്നു വരും. അവന് കലി കയറി അവന്റെ മങ്കിക്കു ശരിങ്ങ കണ്ണ് അതുപയോഗിച്ച് ഇപ്പൊ സാസുകയാവട്ടെ അവനെ കൺട്രോൾ ചെയ്യാൻ തുടങ്ങും. സാസുക ചോദിക്കും ആ 8th ടൈൽ മോൺസ്റ്റർ അവനിപ്പോ എവിടെയുണ്ട്? അത് കേട്ടവൻ വളരെ സ്പീഡില് ഇപ്പൊ റിപ്ലൈ കൊടുക്കാൻ തുടങ്ങും. 8th ടൈല് അവൻ ട്രെയിനിങ് എടുക്കാനായിട്ട് ഗ്രാമത്തിന്റെ മറ്റൊരു ഭാഗത്തേക്ക് പോയിരിക്കുകയാണ്. അവനെ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. അവന്റെ കയ്യില് എപ്പോഴും 8 ബ്ലേഡുകൾ ഉണ്ടാവും. അതുമാത്രമല്ല അവന്റെ ബോഡിയില് ഒരുപാട് ടാറ്റു ഉണ്ട്. ഉടനെ സാസുക അവനെ അവിടെ വിട്ടിട്ട് അവന്റെ ടീംസുമായിട്ട് ഫുൾ സ്പീഡില് ഇപ്പൊ മുൻപോട്ട് നടക്കും. സുഗട്സുവിനാണെങ്കില് സാസുകയുടെ കണ്ണിന്റെ പവറും അവന്റെ സ്റ്റൈലൊക്കെ കാണുമ്പോ ഇപ്പൊ കുറച്ച് അസൂയൊക്കെ തോന്നും. ഇവിടെ ജൂഗോയ്ക്കാണെങ്കില് സാസുകയുടെ പവർ കണ്ട് ഒരുപാട് സന്തോഷാവും. ഇനി സാസുകയ്ക്ക് എന്നെ വളരെ വേഗത്തിൽ കൺട്രോൾ ചെയ്യാൻ കഴിയും. കട്ട് ചെയ്ത ആ ഒരു 8th ടൈൽ മോൺസ്റ്റർ അവൻ ഒരുപാട് നേരം പ്രാക്ടീസ് ചെയ്തു കഴിഞ്ഞ് ഇപ്പൊ പറയും ഞാൻ ഇത്രയും നേരം പ്രാക്ടീസ് ചെയ്തു, ഇനി വയ്യ, നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് പോവാന്ന് പറഞ്ഞ് അവരിപ്പോ പതിയെ തിരികെ വരാൻ തുടങ്ങും. അവൻ പാട്ടൊക്കെ പാടി ചാടിത്തുള്ളി ഇപ്പൊ അങ്ങനെ ഹായ് ആയിട്ട് നടക്കും. അപ്പൊ അതേ സമയത്ത് ഇപ്പൊ ലോങ് ഷോട്ടില് അവൻ 4 പേര് അവന്റെ മുൻപിലായിട്ട് നിൽക്കുന്നത് കാണും. മറ്റാരുമല്ല സാസുകയും ടീമും. സാസുക ചോദിക്കും നീയാണോ ആ 8th ടൈൽ മോൺസ്റ്റർ? അത് കേട്ട് അവൻ പറയും നിനക്ക് എത്ര ധൈര്യം ഉണ്ടെങ്കിൽ എന്നെ മോൺസ്റ്റർ എന്ന് വിളിക്കും. അതിന് സാസുക ഓവർ ഡയലോഗ് അടിക്കണ്ട, നിന്നെ കാലെ തൂക്കി ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ വന്നവരാണ് ഞങ്ങൾ 4 പേരും. സാസുക ഉടനെ ഇപ്പൊ അവന്റെ പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യാൻ തുടങ്ങും. സുഗട്സു നീ റൈറ്റിലേക്ക് പോ, ജൂഗോ നീ റൈറ്റിലേക്കും, കരീന നീ എനിക്ക് ബാക്കപ്പ് ആയിട്ട് നിൽക്ക്, ഞാൻ അവനെ ഡയറക്റ്റ് അറ്റാക്ക് ചെയ്യാം. അതുകൊണ്ട് 8th ടൈൽ ചിരിക്കും. സുഗട്സുവിന് കലി കയറി അവൻ ഓടി വന്ന് ഇപ്പൊ അവന്റെ സ്ക്വാഡ് എടുത്ത് അതിനെ വെട്ടാൻ ശ്രമിക്കും. പക്ഷെ 8th ടൈല് അവൻ സിമ്പിൾ ആയിട്ട് ആ ഒരു വാള് അതങ്ങനെ തന്നെ ബ്ലോക്ക് ചെയ്ത് ഇപ്പൊ ഹായ് ആയിട്ട് നിൽക്കാണ്. അതിന് ജൂഗോ പറയും സുഗട്സു നീ മാറി നിൽക്ക്, ഇവന്റെ കാര്യം അത് ഞാൻ നോക്കിക്കോളാം. അപ്പ 8th ടൈല് അത് സുഗട്സുവിന്റെ സ്ക്വാഡ് എടുത്ത് അവന്റെ കഴുത്തിലിട്ട് കറക്കാൻ തുടങ്ങും. ജൂഗോ ഉടനെ അവന്റെ കേഴ്സ് മാർക്ക് പവർ എടുത്ത് 8th ടൈലിന്റെ അടുത്തേക്ക് ഇപ്പൊ സ്റ്റൈലായിട്ട് വരും. പക്ഷെ ആ ഒരു 8th ടൈല് അവൻ ആ സ്ക്വാഡ് വെച്ച് ജൂഗോയെ വെട്ടിയെറിയും. ജൂഗോ അവനിപ്പോ അങ്ങനെ വീണ് കിടക്കാണ്. പതിയെ പതിയെ അവൻ നോർമൽ ആവാൻ തുടങ്ങും. കരീന ചോദിക്കും ജൂഗോ നീ ഓക്കെ അല്ലേ? അതിനവൻ പറയും കുഴപ്പമില്ല, ഞാൻ ഓക്കെ ആണ്. അത് കണ്ട് സാസുവയ്ക്ക് കലി കയറി അവനാവട്ടെ ഇനി എന്റെ ഊഴാണെന്ന് പറഞ്ഞ് 8th ടൈലിന്റെ അടുത്തേക്ക് ഇപ്പൊ നടന്നെടുക്കും. സാസുക അവന്റെ തൊട്ടടുത്തെത്തുമ്പോ 8th ടൈൽ ചോദിക്കും ശരിക്കും നിങ്ങളൊക്കെ ആരാ? എന്തിനാണ് എന്നെ നിങ്ങൾക്ക് ഇപ്പൊ ആവശ്യം? അപ്പൊ മറ്റൊരു സൈഡില് ഇപ്പൊ സുഗട്സു ആവട്ടെ അവൻ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് മരണക്കളിയാണ്, നമ്മൾ എല്ലാവരും മരിച്ചു പോവും. അവനെ കണ്ടാൽ തന്നെ അറിയാം അവൻ ആൾ ചില്ലറക്കാരനല്ല. അതിന് സാസുക പറയും നിനക്ക് പേടിയാണെങ്കിൽ നീ ഇപ്പൊ തന്നെ ഓടിക്കോ, ഞാൻ എന്തായാലും ഇവനെ ക്യാപ്ചർ ചെയ്യും. ഇവിടെ സാസുക അവന്റെ ക്ലോസ് എത്തി അവനുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ നിൽക്കുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.